ഇപ്പം നമ്മൾ ഡെയിലി ഇപ്പോൾ ചിക്കൻ കഴിക്കുന്ന ആൾക്കാരാണ്. ചിക്കനിൽ ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ, ബ്രോസ്റ്റഡ്, അൽഫാം, മന്തി ഇല്ലാണ്ട് ഇപ്പോൾ പിള്ളേർ നിൽക്കില്ല. അതാണ് അവസ്ഥ. അപ്പം ഞാനൊക്കെ ചിന്തിക്കുന്നത് കോഴിക്കച്ചവടക്കാരും ഭയങ്കര ലാഭത്തിലാണെന്നാണ്. തെറ്റായൊരു കാഴ്ചപ്പാടാണ്. സത്യത്തിൽ കോഴിക്കർഷകരുമായിട്ട് യാതൊരു ബന്ധവും ഈ സാധനത്തിലില്ല. കോഴി കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ കേരളത്തിലെ കോഴി കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ഒരു രൂപക്ക് പോലും ബന്ധം അയാൾക്കില്ല. രുചി ആണോ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന കോഴി കഴിക്കാം. രുചിയല്ല, ആരോഗ്യമാണ് ഞാൻ സംരക്ഷിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് KPDCയുടെ കോഴി സ്വീകരിക്കാം. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അറവുശാലകളെല്ലാം തന്നെ കൊച്ചു കൊച്ചു കടകളിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നത്. അതൊന്നും തന്നെ അറവുശാല ലൈസൻസോടല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്താവനയാണ് KPDC. എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഒരു കോഴി കർഷകൻ ഞങ്ങളുടെ KPDCയിലുള്ള ആൾക്ക് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലെ ഏതൊക്കെ സാധനം KPDCയുടെ സംസ്കരണശാലകളിൽ നിന്നുകൊണ്ട് അതിനെ വൈവിധ്യവൽക്കരിക്കാൻ കഴിയുമോ അത്തരത്തിലൊരു കർഷക മുന്നേറ്റമാണ് ഞങ്ങൾ നോക്കുന്നത്. ഒരു കോഴി വളർത്തി മാത്രമല്ല, ജൈവ കോഴി, ജൈവ കൃഷി വസ്തു, ഇതൊന്നും ഞങ്ങൾ പറയില്ല. അങ്ങനെ കൊടുക്കാൻ കഴിയാത്തൊരു സാധനം ഞങ്ങൾ ഒരിക്കലും KPDC പറയില്ല. ജൈവ കോഴി എന്ന് പറഞ്ഞൊരു കോഴിയില്ല. നിലവിലിപ്പോൾ ഈ കോഴി കൃഷി എങ്ങനെയാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? GST വന്നതിന് ശേഷം കേരളത്തിൽ കോഴി കർഷകരുടെ കോഴി വളർത്തൽ വളരെ പരിതാപകരമാണ്. എത്രയോ സമരങ്ങളും ജാഥകളും നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ അതിനെ നേരിട്ടത്. കോഴി ഒരു വ്യവസായമായി, ഒരു കാർഷിക വൃത്തിയായി സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കോഴി കർഷകൻ ഏതെങ്കിലും ബാങ്കിൽ ചെന്നാൽ കോഴി വളർത്തുന്ന ലോണില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നതും ജീവിക്കുന്നതും ഭക്ഷണം കഴിക്കാൻ. ഇന്ന് ഭക്ഷണം കഴിച്ച് രോഗം വാങ്ങുന്ന സാഹചര്യവും ആശുപത്രിയിൽ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പം നിലവിൽ ഈ കോഴിക്കൃഷി കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റെന്തെല്ലാം ഓപ്ഷൻസാണ് KPDC നൽകുന്നത്? അല്ല, കോഴി വളർത്തൽ മാത്രം കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അത് ഒരു കർഷകൻ്റെ അയാളുടെ കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി എന്നുള്ള സാമ്പത്തികമല്ല. അയാളുടെ കയ്യിൽ ഒരു 500 കോഴി വളർത്താനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. 500 കോഴി വളർത്തുക എന്ന് പറഞ്ഞത് ഇന്നത്തെ ദിവസത്തെ ഒരു 35 ദിവസമെങ്കിലും ആവറേജ് വളർത്തിയാലും മാത്രമേ വിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അയാൾക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു ബാച്ചാണ്. ആ 500 കോഴിയിൽ നിന്നും കിട്ടുന്ന ഒരു ലാഭവിഹിതം കൊണ്ട് ആ കർഷകന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അവിടെയും ഓപ്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന് ആ 500 കോഴിയെ 1000 കോഴിയായി മാറ്റാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇനി 2000 2500 കോഴി വളർത്തുന്ന ഒരു കർഷകനാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ 500 കോഴിയെ വളർത്തുന്നവനെയും 300 കോഴി വളർത്തുന്നവനെയും KPDC സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. 2500 കോഴി വളർത്തുന്നവനെയുണ്ട്. ഇതിൻ്റെ അകത്ത് KPDC ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞാൽ വിട്ടുപോയത്, കൃത്യമായി കോഴി വളർത്തി ഏർപ്പെടാത്ത ഒരാൾക്കും ഇതിൽ മെമ്പർഷിപ്പില്ല. തുടർച്ചയായി കോഴി വളർത്തൽ നിർത്തിയിട്ട് ഞാൻ അതിൽ മെമ്പറാണ്, എനിക്കിപ്പോൾ വോട്ട് എന്നൊന്നാണ്, അങ്ങനെയുള്ള ആൾക്കും പറ്റില്ല. അപ്പം മിനിമം 300 കോഴിയെങ്കിലും വളർത്തുക എന്നതാണ് KPDCയുടെ നിർദ്ദേശം. പിന്നെ മറ്റ് കോഴി വളർത്തൽ നിന്നും എന്തുകൊണ്ടാണ് KPDCയുടെ അംഗങ്ങൾക്കും അതിൽ ചേരുന്നവർക്കുള്ള മെച്ചമെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 85 രൂപ ഒരു കിലോ കോഴിക്കാവുമെങ്കിൽ ചില സന്ദർഭത്തിൽ ഇടത്തട്ടുകാരായ കോഴി ലോബികൾ തമിഴ്നാട് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 82 രൂപയ്ക്കാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരിൽ നിന്ന് 82 രൂപയ്ക്ക് എടുക്കുകയും അത് ഡീലർ, ആ എടുക്കുന്ന മൊത്തക്കച്ചവടക്കാരൻ സബ് ഡീലറായിട്ട് കടകളിലേക്ക്, റീറ്റെയിൽ കടകളിലേക്ക് കൊടുക്കുന്നത് 10 അല്ലെങ്കിൽ 12 രൂപ മാർജിൻ വെച്ചുകൊണ്ടാണ്. അപ്പം 85 രൂപ കോസ്റ്റ് ഒരു കിലോ കോഴി ഉൽപ്പാദിപ്പിക്കാൻ ഒരു കർഷകനാകുമ്പോൾ തമിഴ്നാട്ടിൽ 80 രൂപയാണുള്ളത്. തമിഴ്നാട് കോഴി ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് 80 രൂപയ്ക്ക് എത്തും. അതുകൊണ്ട് ഞങ്ങൾക്ക് 80 വേണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ 80 കൊടുക്കാൻ ബാധ്യസ്ഥനാവുന്നു. 80 എടുക്കുന്ന കോഴി 80 രൂപയ്ക്ക് ഹോൾസെയിൽ കടക്കാരൻ വാങ്ങുന്ന കോഴി റീറ്റെയിൽ ഔട്ട്ലെറ്റിലെത്തുന്നത് 90-92 രൂപയ്ക്കാണ്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകാരൻ ആ കോഴി വിൽക്കുന്നത്
25 രൂപ മാർജിൻ വെച്ചുകൊണ്ടാണ്. അത് 120 രൂപയിലേക്ക് ആ ഘട്ടം പോകുന്നു. KPDC ഉൾപ്പെടുന്ന ഒരു കോഴി കർഷകനെ KPDC സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 85 രൂപ ഉള്ള സമയത്ത് ആ പ്രൊഡക്ഷനേക്കാൾ 5 രൂപ അധികം കൊടുത്തുകൊണ്ടാണ് അവനോട് കോഴി വാങ്ങുന്നത്. ഈ 5 രൂപ വർദ്ധിപ്പിച്ച് കൊടുക്കാൻ എന്തുകൊണ്ടാണ് കഴിയുന്നത് എന്ന് ചോദിച്ചാൽ KPDC ആ കോഴി KPDCയുടെ ഔട്ട്ലെറ്റിലൂടെ വിവിധ പദ്ധതി പ്രകാരം വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ടാണ് വിൽക്കുന്നത്. അങ്ങനെ തരുന്ന കർഷകന് അവന് വാർഷികമായിട്ട് എത്ര കിലോ കോഴിയാണോ ഒരു വർഷം KPDC ഒരു കർഷകൻ നൽകുന്നത്, ആ കിലോയിൽ ഒരു മാർജിൻ KPDCയുടെ ആ വർഷത്തെ ടേൺ ഓവറിനും പ്രോഫിറ്റിനും അനുസരിച്ച് 1% ലാഭവിഹിതം അവർക്ക് വീണ്ടും കിട്ടും. കോഴി കർഷകർക്ക് ഒരു കർഷകൻ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അയാൾക്കാവശ്യമായ കോഴിക്കുഞ്ഞ്, അയാൾക്കാവശ്യമായ കോഴിത്തീറ്റ, അയാളിൽ നിന്നും പൊതു മാർക്കറ്റിനേക്കാൾ വില കൊടുത്തുകൊണ്ട് കോഴിയെ തിരിച്ചു വാങ്ങുക. ഈ സംവിധാനമാണ് കേരളത്തിലെ കോഴി വളർത്തൽ മേഖലയിലേക്ക് KPDC നേരത്തെ വിഭാവനം ചെയ്തതും ഇപ്പോഴത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ചപ്പാടിലേക്കാണ് KPDC പോകുന്നത്. KPDC അതിൽ അംഗങ്ങൾക്ക് നൽകുന്ന പരിരക്ഷ എന്തൊക്കെയാണ്? KPDCയുടെ പണസമാഹരണം, സാമ്പത്തിക സമാഹരണം എല്ലാം തന്നെ ഷെയർ ഹോൾഡേഴ്സാണ്. ആ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള കർഷകരായവരുണ്ട്. ഇതിനോട് ഒരാൾക്ക് എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലമില്ല, പക്ഷെ അയാൾക്കൊരു കാർഷിക വൃത്തിയും കൃഷിക്കാരൻ്റെ മനസ്സുമുണ്ട്. മറിച്ച് നമ്മുടെ സമൂഹത്തോടും നമ്മുടെ കർഷകരോടും അയാൾക്ക് സ്വന്തം രാജ്യത്തിനോടും സ്നേഹമുള്ളത് കൊണ്ട് ഈ രാജ്യത്തെ മറ്റ് സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്ന പോലെയല്ല, എൻ്റെ നാട്ടിലെ എൻ്റെ കൃഷി, എൻ്റെ നാട്ടിൽ വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ കാർഷിക വൃത്തി ചെയ്യുന്ന ഒരു പ്രവർത്തന സ്ഥാപനത്തിന് ഞാനൊരു ഷെയർ എടുക്കുന്നു. അതുവഴി ആ വ്യക്തി ചെയ്യുന്നത് കേരളത്തിലെ കാർഷിക സമൂഹത്തോട് ചെയ്യുന്ന തൻ്റെ കടമയാണ്. നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാകുന്നത് കൊണ്ടാണ് ഒരു കാർഷിക സംഘടനയ്ക്ക് കൃഷി കാര്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടി അവരുടെ പദ്ധതിയിൽ ഞാൻ സ്വയമേവേ ഒരു സംഭാവന, ഒരു ഷെയർ എടുക്കുന്നു. നമ്മുടെ നാട്ടിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി ഒക്കെ തന്നെ. അതിലൊക്കെ തന്നെ ഷെയർ എടുത്തിട്ട് ഒന്നും കിട്ടാത്ത ആളുകളുണ്ട്. അതൊക്കെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. KPDCയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ കാർഷിക വൃത്തിയെ ഡെവലപ്പ് ചെയ്യാന്നുള്ള, കൃഷിക്കാരനെ ഉയർത്തിയെടുക്കുക. ആ കൃഷിക്കാരനെ ഉയർത്തെഴുതുമ്പോൾ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീണ മേഖല ഉയരുന്നു. അതോടൊപ്പം കേരളത്തിലെ നല്ല സമൂഹത്തിന് നല്ല സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ള, നമ്മുടെ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നതും ജീവിക്കുന്നതും ഭക്ഷണം കഴിക്കാനാണ്. ഇന്ന് ഭക്ഷണം കഴിച്ച് രോഗം വാങ്ങുന്ന സാഹചര്യവും ആശുപത്രിയിൽ പോകുന്ന സാഹചര്യമാണുള്ളത്. അപ്പം അതിലേക്ക് വേണ്ടി അത്തരം ഒരു സാമൂഹികമായ മുന്നേറ്റത്തിന് ഒരാൾ ശ്രമിക്കുമ്പോൾ കർഷകരല്ലാത്തവർക്കും കർഷകരായവർക്കും ഷെയർ എടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് അവർക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി KPDC വിഭാവനം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു വർഷത്തിൽ ഇത്ര ഹോസ്പിറ്റലൈസ് പോയി കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ചിലവുകളുടെ ഒരു ഭാഗം ഇൻഷുറൻസ് പദ്ധതിയായിക്കൊണ്ട് വർഷാവർഷം അവർ മുടക്കുന്ന ഷെയറിൻ്റെ തുകയ്ക്ക് അനുപാതികമായി, നിങ്ങൾ 1000 രൂപയാണോ തുടക്കുന്നതെങ്കിൽ 1000 രൂപയ്ക്കുള്ള ആനുപാതികമായ ഒരു തുക ഒരു പ്രത്യേക കാലാവധി വരെ, കാലവർഷം വരെ, ഒരു വർഷം ഇത്ര കാലം എന്നുള്ളൊരു കാലാവധി നിശ്ചയിച്ചുകൊണ്ട് ആ ഇൻഷുറൻസ് തുക അവരെടുക്കുന്ന ഷെയറിൻ്റെ ലാഭവിഹിതത്തിൽ നിന്നും അടച്ചുകൊണ്ട് അവർക്ക് പരിരക്ഷയായി 5 വർഷം വരെ KPDC നൽകും. നിങ്ങളൊരു 10,000 രൂപയാണോ ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സ് എങ്കിൽ തുല്യമായ തുകയ്ക്ക് നിങ്ങൾക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതിയുടെ വർഷാവർഷമുള്ള വിഹിതം KPDC അടച്ച് കൊടുക്കുകയും 5-ാം വർഷം ലാഭത്തോടത് തിരിച്ചു നൽകുന്ന ഒരു പദ്ധതിയാണ് കേരള ഗ്രാമീൺ ബാങ്ക് വഴി KPDC രൂപകൽപ്പന ചെയ്ത ഒരു ഇൻഷുറൻസ് പദ്ധതി. ഇപ്പോൾ സാറിൻ്റെ ജീവിതം നോക്കുമ്പോൾ ഒരു സമരം പോലെയാണ്. 15 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു മേഖലയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിലൂടെ, അല്ലെങ്കിൽ എന്തെല്ലാം കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഞാൻ ഒരു 25 വർഷമായിട്ടൊരു കോഴി വളർത്തുകാരനാണ്. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോഴും വിവിധ രാഷ്ട്രീയപരമായ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴൊക്കെ തന്നെ
സാമുദായികമായ സംഘടന സ്വാധീനമൊക്കെ വഹിക്കുമ്പോൾ തന്നെ ഞാനൊരു കോഴി വളർത്തുകാരനും ഒരു വ്യവസായ ചിന്തയും ഒരു വ്യവസായ മനസ്സിൻ്റെ ഉടമയുമാണ്. പാരമ്പര്യ രാഷ്ട്രീയപരമായിട്ട് ഉണ്ടെങ്കിലും വ്യവസായപരമായിട്ടൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സ് ഒരു വ്യാവസായിക മനസ്സാണ്. ആ വ്യവസായം കൊണ്ട് ഒരു 15 വർഷം കൊണ്ട് എന്തൊക്കെ നേടിയിട്ടുണ്ടോ എങ്കിൽ ഒരു പ്രത്യേക ചാനലിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ തൊഴിലിനെ സംരക്ഷിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും അതിനൊരു സംഘടനാ സംവിധാനം രൂപപ്പെട്ടു വരുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ എതിർപ്പുകൾ അതിനുണ്ടാവുകയും ഇന്നത്തെ സാമൂഹ്യ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ പ്രബലമായ 2 രാഷ്ട്രീയ പാർട്ടിയോടും, 3-ാം രാഷ്ട്രീയ പാർട്ടി അഖിലേന്ത്യാ തലത്തിലുണ്ടെങ്കിലും സംസ്ഥാനത്ത് ഭരണത്തിൽ വന്നില്ല, ആ 2 രാഷ്ട്രീയ പാർട്ടിയോടും തുല്യമായ അകലം കാണിച്ചതുകൊണ്ട് രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തു എന്നുള്ള പ്രസ്ഥാനത്തിലുള്ള, അതായത് കോഴി കർഷകർ എന്നുള്ളതല്ല, കോഴി കൃഷി മേഖലയിൽ അല്ലെങ്കിൽ കോഴി വ്യവസായത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതിസമ്പന്നന്മാരായ ഒരു വിഭാഗത്തിൻ്റെയും ആ മേഖലയിൽ വ്യാപാരം ചെയ്യുന്ന ബിസിനസ്സുകാരുമായിട്ടുള്ള കച്ചവടക്കാരുമായിട്ടുള്ള തർക്കങ്ങൾ കാരണം ജീവിതത്തിൽ വലിയ രീതിയിൽ കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഒരു സംഘടന കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ട് അതിദാരുണമായ പരാജയം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. ജീവിതത്തിലും സാമ്പത്തികമായിട്ടെല്ലാം തന്നെ വലിയ തകർച്ച നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് വ്യക്തിപരമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഈ പ്രസ്ഥാനത്തെ കൊണ്ട് യോജിപ്പിക്കുകയോ ചെയ്യാത്തതിൻ്റെ പേരിൽ കേരളത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എല്ലാ ശക്തമായ എതിർപ്പുകളും പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ അനുഭവിച്ച ഒരാളാണ്. എന്നാൽ ആ 2 രാഷ്ട്രീയ പാർട്ടികളിലും പല നല്ല മുഖങ്ങളും, നേതൃമുഖങ്ങളിലെ നല്ല മുഖങ്ങളും സ്വകാര്യമായിട്ടും മാനസികമായിട്ടൊക്കെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രബലരായ കേരളത്തിലെ നേതാക്കന്മാരും ഉണ്ട്. 3-ാമത്തെ രാഷ്ട്രീയ പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും അതിൻ്റെ അകത്തും വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് കൊണ്ട് സഹായിക്കുന്നത് ആളുകളുമുണ്ട്. വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്. ധാരാളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് തൊഴിലെടുത്ത ജോലിക്കാർ തന്നെ പലതരത്തിലുള്ള കേസുകളും ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. പലതും കോടതികളിലും സ്റ്റേഷനുകളിലും ഇപ്പോഴും നേരിടുന്നുണ്ട് ഞാൻ നിയമപരമായി. അപ്പം ഒരു ഭാഗത്തിൻ്റെ വ്യവസായം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യവസായത്തിൻ്റെ ശത്രുതയും ആ വ്യവസായം നിലനിർത്താൻ ഞാൻ ശ്രമിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിലേതെങ്കിലും ഒരു ചെറിയ കോട്ടം എൻ്റെ അടുത്ത് ഉണ്ടാവുന്നു എന്നത് കാണിച്ചുകൊണ്ട് വലിയ കോട്ടമായിക്കൊണ്ട് കാണിച്ച് എന്നെ അതുവഴി പോലീസ് കേസുകളും കോടതി കേസുകളും നിരന്തരമായി എന്നെ വേട്ടയാടിപ്പെടുത്തി ഒരു കാലഘട്ടത്തിൽ ജീവന് പോലും അപകടപ്പെടുത്തി നാട്ടിൽ താമസിക്കാനും നിൽക്കാനും പറ്റാത്ത സാഹചര്യം പോലെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു പ്രവർത്തനത്തിൽ ഇങ്ങനെ ഏർപ്പെട്ട് ആക്റ്റീവായിട്ടുകൊണ്ടിരിക്കുമ്പോൾ സംതൃപ്തനാണോ? അല്ല, എൻ്റെ ജോലിയിലും ഞാൻ ചെയ്ത പ്രവൃത്തിയും സത്യസന്ധമാണ് എന്ന ഉറച്ച വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ അതിൽ സംതൃപ്തനാണ്. പക്ഷേ ഞാൻ ജീവിക്കുന്നത് സമൂഹത്തിലാണ്. ഞാനും എന്നോട് ചോദ്യം ചോദിക്കുന്ന നിങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം സമൂഹം ഞാൻ തൃപ്തനാണോ എന്ന് ചോദിച്ചതുകൊണ്ട് സമൂഹം തൃപ്തനല്ല. നമ്മുടെ സാമൂഹികമായ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ തൃപ്തനാണ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ സംഭവങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? ഞാൻ താങ്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള തെളിവുകൾ താങ്കളെ ബോധ്യപ്പെടുത്തുകയാണ്. അത് താങ്കൾ ബോധ്യപ്പെടും, പൊതുസമൂഹം ബോധ്യപ്പെടുമോ? അവിടെയാണ് KPDC എന്ന പ്രസ്ഥാനത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞ വിപുലമായ സംവിധാനമുള്ള പ്രസ്ഥാനങ്ങൾ, ആളുകൾ അതിനെ അടിച്ചമർത്താൻ തോന്നുന്നത്. അപ്പം ആ അടിച്ചമർത്തലിനെ അതിജീവിക്കുക എന്നത് എൻ്റെ പോരാട്ടങ്ങളിലെ ഒരു ഭാഗമാണ്. ഞാൻ ചെയ്യുന്ന ധർമ്മം ശരിയാണോ എന്ന് എന്നെ ബോധ്യപ്പെടുത്തുക എന്നത് എൻ്റെ കടമയും അതോടൊപ്പം പൊതുസമൂഹത്തിനെ അത് പൂട്ടിയിടാതെയും നശിപ്പിക്കാതെയും അത് തുടർ പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോയി
ആ സമൂഹത്തിലെ ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയില്ല. തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. തെറ്റ് തിരുത്തി പരാജയങ്ങളിൽ നിന്നും വിജയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് നാം കാണുന്ന എല്ലാ വ്യവസായത്തിൻ്റെയും എല്ലാ ആളുകളുടെയും മുൻപിലുള്ള വിഷയം. ആ തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്കിനാണ് കേരള പൗൾട്രി ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായ ഞാനും എൻ്റെ ഒരു തോളോട് ചോർന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ ഡയറ്റ് ബോർഡ് അംഗങ്ങളായ ആളുകളെല്ലാം ശ്രമിക്കുന്നു. ഇപ്പം നമ്മുടെ കോഴി കർഷകർ അല്ലെങ്കിൽ കോഴി കച്ചവടക്കാർക്ക് മറ്റെന്തെങ്കിലും ബിസിനസ് സാധ്യതകളുണ്ടോ? ഇതിൻ്റെ കൂടെ തന്നെ KPDC എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ? കേരള പൗൾട്രി ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു കോഴി മാത്രം വളർത്തുക എന്നതല്ല. കോഴി വളർത്തലിന് സാധ്യത കൂടുതലാണ്, അതിന് മുൻഗണനയുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് ഡയറി ചെയ്യാം, പശു വളർത്താം, ആട് വളർത്താം. സമ്മിശ്ര കൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യുന്ന ഫ്രൂട്ട് തനത് രീതിയിൽ പരമാവധി നമ്മുടെ നാട്ടിലെ വളങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ജൈവം എന്ന് പറയാൻ കഴിയില്ല. ജൈവ ഭക്ഷണം എന്ന് പറയുന്നത് ആവണമെങ്കിൽ ഇനി 100 കൊല്ലം നമ്മുടെ മണ്ണും ആവണം. അപ്പം ഞങ്ങൾ ഇത്തരം തട്ടിപ്പിനൊന്നും ഞങ്ങൾ തയ്യാറല്ല. ജൈവ കോഴി, ജൈവ കൃഷി വസ്തു, ഇതൊന്നും ഞങ്ങൾ പറയില്ല. അങ്ങനെ കൊടുക്കാൻ കഴിയാത്തൊരു സാധനം ഞങ്ങൾ ഒരിക്കലും KPDC പറയില്ല. ജൈവ കോഴി എന്ന് പറഞ്ഞിട്ടൊരു കോഴിയില്ല. ഏറ്റവും പരമാവധി മെഡിസിൻ നൽകാതെ എത്രത്തോളം ശുദ്ധമായ ജലം കൊടുത്ത് വളർത്താൻ പറ്റുമോ അതിലെന്തൊക്കെ ശാസ്ത്രീയമായ രീതികൾ നമുക്ക് തനത് നാടൻ രീതികൾ ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമാണ് കോഴി വളർത്തലിൽ KPDC ഉപയോഗിക്കുന്ന മാതൃക. ഒരു കോഴി കർഷകൻ ഞങ്ങളുടെ KPDCയിലുള്ള ആൾക്ക് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലെ ഏതൊക്കെ സാധനം KPDCയുടെ സംസ്കരണശാലകളിൽ നിന്നുകൊണ്ട് അതിനെ വൈവിധ്യവൽക്കരിക്കാൻ കഴിയുമോ അത്തരത്തിലൊരു കർഷക മുന്നേറ്റമാണ് ഞങ്ങൾ നോക്കുന്നത്. ഒരു കോഴി വളർത്തി മാത്രമല്ല, അതിലേക്ക് ഐസ്ക്രീം പ്രോഡക്റ്റുണ്ട്, മറ്റ് പ്രോഡക്റ്റുകളുണ്ട്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞളായാലും മറ്റ് വൈവിധ്യവൽക്കരണ സാധനങ്ങളായാലും പൊതു മാർക്കറ്റിൽ ഞങ്ങളുടെ ഒരു കോഴി കച്ചവടക്കാരൻ അവൻ്റെ കടയിൽ KPDCയുടെ ഒരു ഓതറൈസ്ഡ് ഡീലർഷിപ്പ് എടുത്ത് ഒരു കോഴിക്കട സംസ്ഥാനത്ത് തുടങ്ങുന്നവർക്ക് ആധുനിക രീതിയിലുള്ള ഒരു അറവുശാലയാണ് ചെയ്യുന്നത്. മരത്തിൽ വെച്ച് വെട്ടുന്നതിന് പകരം നമ്മുടെ ശാസ്ത്രീയമായ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഔട്ട്ലെറ്റാണ് അയാൾ ചെയ്യുന്നത്. ആ ഔട്ട്ലെറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കർഷകരിൽ നിന്നുള്ള അരി വിൽക്കാം, മഞ്ഞൾ വിൽക്കാം, ഐസ്ക്രീം വിൽക്കാം, വൈവിധ്യവൽക്കരിച്ച എല്ലാ സാധനവും വിൽക്കാം. ഇതിനൊക്കെ തന്നെ KPDC ഒരു ഓൺലൈൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. എല്ലാ KPDCയുടെ കീഴിൽ വരുന്ന എല്ലാ കർഷകർക്കും എല്ലാ കച്ചവടക്കാർക്കും വേണ്ടി ഉൽപ്പന്നങ്ങൾ വിൽക്കാനും ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിയിക്കാനും കഴിയുന്ന തരത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഒരു കടയിലേക്ക് ഒരു ഉപഭോക്താവ് KPDCയുടെ കടയിലേക്ക് ഒരു കോൾ ചെയ്യുകയാണ്, എനിക്ക് KPDCയുടെ ചിക്കൻ വേണം. ആ കടക്കാരൻ്റെ അടുത്ത് ആ കടയിലില്ലെങ്കിൽ നെക്സ്റ്റ് കടയിലേക്ക് ആ കോൾ പോകും. ഏത് ഉൽപ്പന്നമാണോ അവിടെ ഉള്ളത് ആ ഉൽപ്പന്നം അവർക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം. റെഡി ടു കുക്കുള്ള ഒരുപടി സാധനം ഉണ്ട്, കിട്ടും. ഇനി ഓൺലൈൻ വീടുകളിലെത്തിക്കുന്ന സംവിധാനമുണ്ട്. അതെല്ലാം കടക്കാർക്ക് അവിടെ ചെയ്യാൻ പറ്റാവുന്നതാണ്. നല്ല ഭക്ഷണശാലകൾ KPDCയുടെ പ്രോജക്റ്റാണ്. കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അരി കൊണ്ട്, അവരുൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അവരുൽപ്പാദിപ്പിക്കുന്ന മാംസം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുള്ള ഡയറക്റ്റായിട്ട് ഇടത്തട്ടുകാരനില്ലാത്ത കർഷകരിൽ നിന്നും നേരെ വാങ്ങിച്ച് മെട്രോ സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ ക്ലൗഡ് കിച്ചണുകൾ ഉണ്ടാക്കിക്കൊണ്ട് സപ്ലൈ ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. ഇതുവഴിയൊക്കെ തന്നെ ഓൺലൈൻ ശൃംഖലകൾ, ധാരാളം ചെറുപ്പക്കാർക്ക് ധാരാളം തൊഴിലവസരങ്ങളും കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അപ്പം KPDCയിൽ വരുന്ന കച്ചവടക്കാരനും കൃഷിക്കാരനും ഒരാശങ്കയും വേണ്ട. ആശങ്ക ഉണ്ടാക്കുന്നത് ഇത് വളരണ്ട എന്ന് തീരുമാനിക്കുന്ന കുറേ ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് വരുന്ന എതിർപ്പുകളാണ്. അത് കേരളത്തിലായാലും എവിടെയായാലും ഏത് പ്രസ്ഥാനത്തിനും കുറേ എതിർപ്പുകളും കുറേ കമൻസുകളും സാധാരണ സോഷ്യൽ മീഡിയയിലായാലും ഏതിലായാലും ഉണ്ടാവാം. ഇത് എനിക്കെതിരെ നാളെ ചിലപ്പോൾ അതിമഹത്തായ പരാതികളായിരിക്കും വരുന്നുള്ളത്. ഞങ്ങളിതൊന്നും കൊണ്ട് പേടിച്ചേടി ഓടിയൊന്നും പോവില്ല. ഞങ്ങളിത് ഈ പ്രസ്ഥാനം വളരെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും.
ഇപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്താവനയാണ് KPDC. എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഈ ഫ്രോസൺ മീറ്റിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ അപ്പോൾ? തീർച്ചയായിട്ടും KPDCക്ക് അതിന് ഞാൻ പറഞ്ഞ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ടുള്ള തിരുവനന്തപുരത്തുണ്ട്. മറ്റൊരു പ്രോജക്റ്റ് കൂടെ KPDCക്ക് ഉണ്ട്, ഫ്രോസൺ മീറ്റ്. അതിൽ ഫ്രോസൺ മീറ്റ് എന്ന് പറയുന്നതിൽ അവിടെ നമ്മുടെ ആളുകൾ മാറുന്നതിലൊരു വലിയ ഘടകമുണ്ട്. ഫ്രോസൺ മീറ്റ്, റെഡി ടു കുക്ക്, ഇതെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറെ അല്ലെങ്കിൽ ഉപഭോക്താവിനെ വ്യത്യസ്ത തട്ടുകളിൽ മാറ്റിയിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിലെ ഒരു ഉപഭോക്താവ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് നേരിട്ട് പ്രോസസ് ചെയ്യുന്ന ഒരു സാധനത്തിനെ വാങ്ങിക്കഴിക്കാനാണ് അവരുടെ താല്പര്യം. മെട്രോ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ അഴുക്കും ഒന്നും കാണാതെ ക്ലീൻ കവറിൽ ഒരു ഭക്ഷ്യവസ്തു കിട്ടുന്നതാണ് മെട്രോ സിറ്റിയുടെ ഒരു കൺസ്യൂമറുടെ താല്പര്യം. ഇതിനെ രണ്ടും രണ്ടായി തന്നെ കാണണം. ഗ്രാമീണ മേഖലയിലെ ഒരു സ്ഥലത്ത് അവരുടെ താല്പര്യം, എൻ്റെ താല്പര്യത്തിനല്ല സാധനം വാങ്ങിക്കുന്നത്, ഉപഭോക്താവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ വസ്തുക്കൾ, ഭക്ഷ്യവസ്തു അല്ല എന്തായാലും കസ്റ്റമറാണല്ലോ തീരുമാനിക്കണം ഞാൻ ഏത് വാങ്ങണമെന്ന്. അപ്പോൾ ഗ്രാമീണ മേഖലാ തരത്തിലും മെട്രോ സിറ്റി അല്ലെ മീഡിയം ക്ലാസ് ആളുകൾക്ക് അതിൻ്റെ രീതിയും ചെയ്യണം. അപ്പോൾ മെട്രോ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നാച്ചുറലായ ഒരു കോഴി ഇറച്ചി പാക്ക് ചെയ്ത് റെഡി ടു കുക്കായിട്ട് കിട്ടുകയാണെങ്കിൽ അവർ ഓക്കെയാണ്. അവിടെ പ്രശ്നം പ്രൈസ് കമ്പയർ ചെയ്യലാണ്. രണ്ടാമത്തെ പ്രശ്നം, യഥാർത്ഥ ഒരു കൺസ്യൂമർ ആണ് എങ്കിൽ മെട്രോ സിറ്റിയിൽ അയാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, പ്രിഫറൻസ് കൊടുക്കുക ഗ്രാമീണ മേഖലയിൽ ഉൽപ്പാദിപ്പിച്ചതാണോ എന്ന ഒരു ചിന്തയാണ് കൊടുക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മെട്രോ സിറ്റിക്ക് ആവശ്യമായ രീതിയിലുള്ള ഉൽപ്പാദനവും ഗ്രാമീണ മേഖലയ്ക്ക് ആ തരത്തിലുള്ള ഉൽപ്പാദനവും രൂപപ്പെടുത്തിക്കൊണ്ട് ഫ്രോസൺ മീറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയാണ് KPDC മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഈ KPDCയുടെ ചിക്കൻ കുറച്ചും കൂടി ടേസ്റ്റും ക്വാളിറ്റിയും കൂടുന്നുണ്ടെന്ന്. അതിൻ്റെ ഒന്ന് പരമാവധി നാച്ചുറൈസ് ആക്കുക, അല്ല പരമ്പരാഗത രീതി. പ്രത്യേകിച്ച് ഒരു ബ്രോയിലർ കോഴിയുടെ ഒരു പ്രത്യേകത, ഇറച്ചിക്കോഴി എന്ന് പറഞ്ഞാൽ ത്വരിതഗതിയിൽ വളർത്തുക, തീറ്റപരിവർത്തന ശേഷി കൂട്ടുക, അതിന് മാത്രമായി രൂപപ്പെടുത്തിയ ഒരു കോഴി വിഭാഗമാണ് ബ്രോയിലർ കോഴി. അതായത് നേരത്തെ 45 മുതൽ 60 ദിവസമായിരുന്നു. അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടിയ 45ആയി. ഇപ്പോൾ ഏതാണ്ട് പല ഫീഡുകളും 35 ദിവസം കൊണ്ട് 200, 250, 200 വരെ എത്തുന്ന കോഴികളായി. അതായത് കൊടുക്കുന്ന ഫീഡ് വളരെ വേഗം ദഹിപ്പിച്ച് മാംസമാക്കിപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ബ്രോയിലർ കോഴിയിലുള്ളത്. അതിൽ ഈ പറയുന്ന ഒരു തരത്തിലുള്ള ജൈവ രീതിയും ആ കോഴി കൊടുത്താൽ ഈ മീറ്റാവില്ല. അതിൻ്റെ രൂപഘടന ആ തരത്തിലാണ്. അപ്പം അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഫാമുകളിൽ എല്ലാം ഉപയോഗിക്കുന്നത് സാധാരണ വെള്ളത്തിൽ നിന്നും ജൈവ രീതിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. മീറ്റ് പ്രോസസ്സിന് ഹൈഡ്രജൻ വാട്ടർ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ പുതിയ നൂതന ശാസ്ത്ര സാങ്കേതികമായ ഫിൽട്ടറൈസേഷൻ ചെയ്തുകൊണ്ടുള്ള ജലത്തിൽ അതിനെ മീറ്റ് പ്രോസസ് ചെയ്യുക. ഏറ്റവും അടിസ്ഥാനപരമായത് നാച്ചുറൽ രീതിയിൽ ഗ്രാമപ്രദേശങ്ങളിൽ വളർത്തുന്ന കോഴി. പല ഷെഡുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടുത്തെ വൃത്തിഹീനത, അതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളും കോഴിക്ക് വരും. അപ്പോൾ ആ അസുഖങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് ഫംഗസോ ബാക്ടീരിയ ഇതൊക്കെ വരുന്നതിനനുസരിച്ച് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മാംസത്തിൽ കാണിക്കും. അപ്പോൾ ഒരു കോഴിക്ക് രോഗം വരാതിരിക്കാൻ പരമാവധി ആ ഷെഡ് ശ്രമിക്കുക, അതിന് പ്രതിരോധ ശക്തിക്കനുസരിച്ച് ആവശ്യമായ പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ്. അത് നൽകുന്നതിലൊരു പ്രധാന കാരണം ജലമാണ്, വെള്ളമാണ്, വാട്ടറാണ് എല്ലാ സ്ഥലത്തെയും ഒരു പരിധി വരെയുള്ള രോഗകാരണം. ആ രോഗകാരണത്തിന് വെള്ളത്തിന് ആവശ്യമായ സുരക്ഷിത സംവിധാനം ആ ഫാമുകളിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പ്രത്യേക തരത്തിലുള്ള ഫിൽട്രേഷൻ, അതിന് ചേർക്കേണ്ട ചില നാച്ചുറൽ മെഡിസിൻസ്, അതായത് നമ്മുടെ ഇഞ്ചിയാവാം, മഞ്ഞളാവാം, മറ്റ് എന്തും നമ്മുടെ പ്രകൃതിയിലുള്ള മറ്റ് ആയുർവേദ സാധനങ്ങൾ ചേർത്തുകൊണ്ട്. ഇപ്പം നമ്മുടെ
കുടിക്കാൻ വെള്ളം ഉപയോഗിക്കുമ്പോൾ ദാഹശമനി എന്ന് പറഞ്ഞ് പല സാധനവും ചേർക്കാറുണ്ട്, അങ്ങനെ തിളപ്പിച്ച് കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉലുവ ചേർത്ത്. അപ്പോൾ അതിൻ്റെ ഒരു തരത്തിൽ കോഴിക്ക് പറ്റാവുന്ന തരത്തിലുള്ള റെസിസ്റ്റിംഗ് പവർ കിട്ടാൻ ആവശ്യമായ മാറ്റം വെള്ളത്തിൽ വരുത്തുന്നു. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഏതൊരു സാധാരണക്കാരനും നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഡെയിലി ഇപ്പോൾ ചിക്കൻ കഴിക്കുന്ന ആൾക്കാരാണ്. ചിക്കനിൽ ഒരുപാട് വിഭവങ്ങളുണ്ടല്ലോ, ബ്രോസ്റ്റഡ്, അൽഫാം, മന്തി ഇല്ലാണ്ട് ഇപ്പോൾ പിള്ളേർ നിൽക്കില്ല, അതാണ് അവസ്ഥ. അപ്പം ഞാനൊക്കെ ചിന്തിക്കുന്നത് കോഴിക്കച്ചവടക്കാർ ഭയങ്കര ലാഭത്തിലാണെന്നാണ്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? അത് തെറ്റായൊരു കാഴ്ചപ്പാടാണ്. സത്യത്തിൽ കോഴി കർഷകരുമായിട്ട് യാതൊരു ബന്ധവും ഈ സാധനത്തിനില്ല. കാരണം കോഴി കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ കേരളത്തിലെ കോഴി കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ഒരു രൂപക്ക് പോലും ബന്ധം അയാൾക്കില്ല. കാരണം 3 തരത്തിലാണ് ഈ കോഴിയുടെ ഉൽപ്പാദനം. താങ്കൾ പറഞ്ഞ കോഴികൾക്ക് ചില കോഴികൾ 2 കിലോ വരെയുള്ള വെയിറ്റ് വേണം. ചില കോഴികൾ 1/100 താഴെ മീറ്റ് വെയിറ്റേ വരാൻ പാടുള്ളൂ. അതായത് ഒരു 1/600 കോഴി ലൈവ് വെയിറ്റുള്ള കോഴി, അല്ലെങ്കിൽ 1/500 ലൈവ് വെയിറ്റുള്ള കോഴിയായി കട്ട് ചെയ്താൽ മാത്രമേ 1/100 മീറ്റ് വെയിറ്റ് കിട്ടുള്ളൂ. അവിടെയാണ് താങ്കളുടെ മറ്റുള്ള ബ്രോസ്റ്റർ കോഴിയുള്ള തന്തൂരി ഇങ്ങനെയുള്ള കുറേ കാര്യത്തിന് എടുക്കുന്നത്. ഈ ഫ്രൈഡ് ചിക്കനൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബഹുകുത്തക കമ്പനികളായ അന്യസംസ്ഥാന ലോബികൾ അവരുടെ കേരളത്തിലെ നിങ്ങളെ മന്തി, പിന്നെ ഫ്രൈഡ് ചിക്കൻ, തന്തൂരി, ഇങ്ങനെയുള്ള അൽഫാം എന്നുള്ള രീതിക്കനുസരിച്ച് ലക്ഷക്കണക്കിന് കോഴികൾ വളർത്തുന്ന ആളുകൾ അതിൻ്റെ ഏജിനനുസരിച്ച് വെയ്റ്റിനനുസരിച്ച് അവരവിടെ വളർത്തുകയും അവിടെ തന്നെ കശാപ്പ് ചെയ്ത്, അതെങ്ങനെ കട്ട് ചെയ്യുന്നൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല, ആ രീതിയിൽ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് മാസങ്ങളോ 6 മാസമോ 1 കൊല്ലമോ കഴിഞ്ഞ മീറ്റുകളാണ് നിങ്ങൾ ഈ പറയുന്ന എല്ലാ കടകളിലും എത്തുന്നത്. അപ്പോൾ അവർ അവിടെ വാങ്ങി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്ത സാധനം നിങ്ങൾക്ക് അൽഫാമായിട്ടും മന്തിയായിട്ടും ഫ്രൈഡ് ചിക്കനായിട്ടും ഒക്കെ തന്നെ കിട്ടുന്നു. ഇവിടെയാണ് KPDCയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങളാരും നല്ല ആരോഗ്യം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഭക്ഷണം നിങ്ങളുടെ ലക്ഷ്യമാണ്, നിങ്ങളുടെ ശീലമാണ് ഏത് ഭക്ഷണം കഴിക്കണമെന്ന്. ഞങ്ങൾ ആരോഗ്യം പ്രദാനം ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഞാനാണ്. അപ്പം രുചി ആണോ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന കോഴി കഴിക്കാം. രുചിയല്ല ആരോഗ്യമാണ് ഞാൻ സംരക്ഷിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് KPDCയുടെ കോഴി സ്വീകരിക്കാം. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള മുട്ടകൾ കിട്ടാറുണ്ട്. ഈ കളറുള്ള മുട്ടകൾ, നാടൻ മുട്ട, വൈറ്റ് കളറിലുള്ള മുട്ട, അങ്ങനെ പല ഇതിലും. എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്? വൈറ്റ് മുട്ട എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ തമിഴ്നാട് എന്ന് വരുന്ന വൈറ്റ് ലഗോൺ കോഴിയിൽ നിന്നുള്ളതാണ് വൈറ്റ് മുട്ട. ബ്രൗൺ മുട്ട എന്ന് പറയുന്നത് BV3 എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കോഴിയെ വിഭാവനം ചെയ്ത് അത് കേജിലിട്ട് വളർത്തി വർഷത്തിൽ കൂടുതൽ മുട്ട കിട്ടുക എന്ന തത്വത്തിൽ വളർത്തുന്നതാണ് ബ്രൗൺ മുട്ട. ഈ ബ്രൗൺ മുട്ടയിൽ നിന്നും കുറച്ചുകൂടെ അതിൻ്റെ ഷെല്ലിന് കളർ ചേഞ്ചായിട്ടാണ് നമ്മുടെ നാടൻ കോഴിയുടെ മുട്ട വരിക. നാടൻ കോഴിയുടെ മുട്ടയേക്കാൾ കൂടുതൽ മുട്ട കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ഈ ബ്രോയിലർ കോഴി രൂപകൽപ്പന ചെയ്ത രീതിയിൽ തന്നെ BB38 എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള കോഴിയെ വെൻകോബ് കമ്പനി, വെൻകീസ്, അവർ തന്നെയാണ് ബ്രോയിലറിൻ്റെ ഉൽപ്പാദകർ ആദ്യമായിട്ട്. അവർ രൂപപ്പെടുത്തിയെടുത്തൊരു ബ്രാൻഡാണ് BB38. ഇതാണ് നമ്മളെ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലും ഒക്കെ തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മുട്ടക്കോഴി എന്ന് പറയുന്ന കോഴി. അപ്പം അത്തരത്തിലൊരു മുട്ട വരുന്നുണ്ട്. നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ നാടൻ കോഴികളായിട്ടുള്ള മുട്ടയുണ്ട്. പക്ഷേ KPDC ഇതിനൊരു മാതൃക മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ മുട്ടയിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീനല്ല, ലുട്ടീൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ നമ്മുടെ മുട്ടയിൽ ചേർത്ത്, അത് സാധാരണ ലുട്ടീൻ പ്രോട്ടീൻ ഉണ്ടാവുന്നത് പച്ചിലകളിലും മറ്റു സാധനങ്ങളിൽ നിന്നും കഴിക്കുന്നതുകൊണ്ടാണ് കോഴികൾക്ക് ഇത് കിട്ടുന്നത്. പക്ഷേ ഇന്നത്തെ ആധുനിക രീതിയിലുള്ള കോഴി വളർത്തൽ, ശാസ്ത്ര സാങ്കേതിക രീതി ഉപയോഗപ്പെടുത്തിയുള്ള കേജിലുള്ള കോഴി വളർത്തലിൽ പച്ചപ്പുല്ലുകളും മറ്റു ധാന്യങ്ങളും കൊടുത്ത് വളർത്തുക എന്നുള്ളത് ഒരു ഫാർമറെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ കോഴി വളർത്തുന്ന ആളുകൾക്ക് സാധ്യമല്ലാത്തതാണ്.
ഈ സാധ്യതകൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ KPDC നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സിന്തറ്റിക് എന്ന സ്ഥാപനവുമായി കൊണ്ട് കൊലഞ്ചേരിയുള്ള അവരെ സഹകരിച്ചുകൊണ്ട് ലുട്ടീൻ എന്ന ഒരു പോഷക മൂല്യം കൂടി മുട്ടയിൽ അതിൻ്റെ ഫീഡിൽ നൽകിക്കൊണ്ട് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള മുട്ട പൊതു മാർക്കറ്റിലേക്ക് സാമ്പിൾ ഇറക്കിയിട്ടുണ്ട്. അത് വളരെ വിജയകരമാണ്. ഇതിൻ്റെ അകത്ത് കണ്ണുകൾക്കുള്ള കാഴ്ച വർദ്ധിപ്പിക്കാൻ ഈ ലുട്ടീൻ പ്രോട്ടീൻ വളരെ സഹായകമാണ്, ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ബ്രോയിലർ കോഴികളിലും ഇറച്ചികളിൽ KPDCയുടെ ഇറച്ചികളിൽ omega-3 ഫാറ്റ് കൂടുതലായി ആ മീറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഫീഡും നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളായിക്കൊണ്ട് പങ്ക് ചേർന്നുകൊണ്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത് KPDC മാത്രമല്ല, സിന്തറ്റിക് പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മറ്റ് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന വൻകിട സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നൂതനമായ തീറ്റകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ശരീരത്തിന് ഗുണകരമാകുന്ന സംവിധാനത്തിലോട്ടുള്ള നാച്ചുറലായിട്ട് മാറ്റുന്നത്. ഈ മുട്ടയ്ക്ക് സാധാരണ മുട്ടയേക്കാൾ വില കൂടുതലാണ്, എന്നാൽ ആവശ്യക്കാർ കൂടുതലാണ്. ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റൊരു പ്രോജക്റ്റാണ് നാച്ചുറൽ സാധനം. ജൈവ എന്ന് വ്യാഖ്യാനിക്കരുത്. നാച്ചുറലായെന്നുണ്ട് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്, നമ്മുടെ പപ്പായ, മാങ്ങ, പിന്നെ കശുമാങ്ങ എന്നിവ ചേർത്തുകൊണ്ടുള്ള നമ്മുടെ പൈനാപ്പിൾ എന്ന നാച്ചുറലായി കിട്ടുന്ന പൾപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഐസ്ക്രീം പ്രോഡക്റ്റ്, നല്ല മിനറൽ വാട്ടർ, ഇതെല്ലാം തന്നെ KPDCയുടെ ബ്രാൻഡഡായി കോക്കനട്ട് ഓയിലും അതിനോടൊപ്പം നല്ല രീതിയിൽ ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ കോഴി ഫാമുകളിലുള്ള ആട്ടു ഫാമുകളിലുള്ള വളം നാച്ചുറലായുള്ള വളമായി മാറ്റി, ജൈവ രീതിയിൽ വളമാക്കി മാറ്റി പൊതു മാർക്കറ്റിൽ വിൽക്കുന്ന സംരംഭം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വിവിധ പദ്ധതികളാണ്. ഒന്നും തന്നെ ഒരു കർഷകൻ്റെ വേസ്റ്റാക്കാത്ത രീതിയിൽ അയാൾക്ക് എങ്ങനെയൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നം, അതായത് ഫാമിൽ ഉപയോഗിക്കുന്ന ലിറ്ററായാലും കോഴിയുടെ കഷ്ടമാൽ, ആട്ടിൻ കഷ്ടമാൽ, ഇതെല്ലാം തന്നെ വൈവിധ്യവൽക്കരിച്ച ഒരു പ്രോഡക്റ്റാക്കി മാറ്റിക്കൊണ്ട് വിവിധ പദ്ധതികളാണ് ഉള്ളത്. അപ്പം വിശാലമായൊരു കാഴ്ചപ്പാടാണ് KPDC. ഇത്ര സമയം നമ്മളോട് സംസാരിച്ചത് KPDC ചെയർമാൻ ഡോക്ടർ PT ബാബു ആണ്. എല്ലാവിധ ആശംസകളും നേരുന്നു സാർ. നന്ദി. ഇത്തരം ഒരു അവസരം എനിക്ക് തന്നതിൽ താങ്കളോടും ഈ സംവിധാനം ഒരുക്കി തന്ന എല്ലാവരോടും നന്ദി.